സേവന മേഖലയ്ക്ക് മുഖ്യ പരിഗണന നൽകി എളവള്ളി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് 31,72,5,356 രൂപ വരവും 31,14,62,000 രൂപ ചെലവും 57,43,356 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അവതരിപ്പിച്ചത്. നിലവിലെ ഭരണസമിതിയുടെ അവസാന ബജറ്റാണ് ചൊവ്വാഴ്ച ചേർന്ന ഭരണസമിതി യോഗത്തിൽ അവതരിപ്പിച്ചത്. ടൂറിസം, പ്രാദേശിക സാമ്പത്തിക വികസനം, മാലിന്യ നിർമ്മാർജ്ജനം, റോഡുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകിയുള്ളതാണ് എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ്. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പ്രഥമ പരിഗണന ബജറ്റിലുണ്ട്. പൊതുജനങ്ങൾക്ക് സൌജന്യമായി മരുന്ന് വിതരണം ചെയ്യുന്നതിന് 20 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. കൃഷി, മൃഗസംരക്ഷണം, ചെറുകിട വ്യവസായം, പ്രകൃതി സംരക്ഷണം, ജലസംരക്ഷണം എന്നിവ ഉൾപ്പെടുന്ന ഉൽപാദന മേഖലയ്ക്ക് 2,01,00,000 രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് 5,27 ലക്ഷം രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത്. ഭവന നിർമ്മാണം, കുടിവെള്ളം, വിദ്യാഭ്യാസ, സാംസ്കാരിക യുവജനക്ഷേമം, വനിതാ വികസനം, വയോജനങ്ങളുടെ ക്ഷേമ പദ്ധതികൾ, കുടിവെള്ള പദ്ധതികൾ, അതിദാരിദ്ര്യ നിവാരണ പദ്ധതികൾ എന്നിവയ്ക്കും ബജറ്റിൽ പരിഗണന നൽകിയിട്ടുണ്ട്. നഗരസഞ്ചയ പദ്ധതി പ്രകാരം 3-ാം വാർഡിലെ വളാരെ തോട് കെട്ടി സംരക്ഷിക്കുന്നതിന് 90 ലക്ഷം രൂപ, മണച്ചാൽ കുണ്ടുപാടം ചാൽ സംരക്ഷണത്തിന് 90 ലക്ഷം, കിളിയൻതോട് 2-ാം ഘട്ട പ്രവർത്തനങ്ങൾക്കായി 62 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിലെ 102 വിദ്യാർത്ഥികൾക്ക് സംസ്ഥാനത്താദ്യമായി പ്രഭാതഭക്ഷണം നൽകൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് ഈ വർഷവും പദ്ധതിക്കായി തുക മാറ്റിവെച്ചിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായി ഹെലിപാഡ് വരുന്ന പഞ്ചായത്ത് എന്ന നിലയിലുള്ള പ്രവൃത്തികൾക്കും ബജറ്റിൽ പരിഗണനയുണ്ട്. ബജറ്റ് യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. ജിയോ ഫോക്സിന്റെ ആമുഖ പ്രസംഗത്തോടെയാണ് ബജറ്റ് അവതരണത്തിന് തുടക്കമായത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹനൻ, പഞ്ചായത്ത് അംഗങ്ങളായ PM അബു, സനിൽ കുന്നത്തുള്ളി, ശ്രീബിത ഷാജി, MP ശരത് കുമാർ, സുരേഷ് കരുമത്തിൽ, ലിസി വർഗീസ്, രാജി മണികണ്ഠൻ, പഞ്ചായത്ത് സെക്രട്ടറി തോമസ് രാജൻ എന്നിവർ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തു.